ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാങ്ങയൊക്കെ സുലഭമായി കിട്ടുന്ന ഈ സമയത്ത് വളരെ ടേസ്റ്റിയായ ഒരു അടിപൊളി മാങ്ങക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ചോറിനും കഞ്ഞിക്കും ഒക്കെ ചേരുന്ന വളരെ ടേസ്റ്റിയായ ഈ മാങ്ങാക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് ഉണക്കിയെടുക്കണം. ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ വളരെ നാൾ കേടാകാതിരിക്കുന്ന ഒരു കറിയാണിത്. അതുകൊണ്ട് തന്നെ മാങ്ങയിലെ വെള്ളം മുഴുവനായി തന്നെ ഒപ്പിയെടുത്ത് നല്ല ഡ്രൈ ആക്കി എടുക്കണം. മാങ്ങയെല്ലാം നന്നായിട്ട് തുടച്ചുണക്കിയതിന് ശേഷം അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായ ഉപ്പും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം നമുക്കിത് 10 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചട്ടി സ്റ്റവിലേക്ക് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കറി നല്ലെണ്ണയിലും ചെയ്യാവുന്നതാണ്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകിനോടൊപ്പം 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകും ഉലുവയും പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. നീളത്തിൽ കനം കുറച്ച് മുറിച്ചെടുത്ത 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും അതുപോലെ തന്നെ 2 പച്ചമുളക് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്തതും കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഇട്ട് കൊടുത്ത വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ നിറമൊക്കെ ഒന്ന് മാറി നല്ല ഫ്രൈ ആയിട്ട് വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റാം. ഈ സമയത്ത് ഒരു തണ്ട് കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണേ ഇതൊക്കെ ഫ്രൈ ആക്കി എടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഏകദേശം 2 മിനിറ്റോളം വഴറ്റിയപ്പോഴേക്കും നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ നിറമൊക്കെ മാറി നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിട്ട് വേണേ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യം തന്നെ നമുക്കിതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഓരോരുത്തർക്കും ഓരോ എരിവല്ലേ. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ട് കരിഞ്ഞു പോകാതെ 1 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് വഴറ്റി മിക്സാക്കി എടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലപ്പൊടികളുടെ ആ പച്ചമണം ഒന്ന് മാറുന്നതിന് വേണ്ടിയാണ് 1 മിനിറ്റ് നേരത്തേക്കൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഏകദേശം 1 മിനിറ്റോളം വഴറ്റിയപ്പോഴേക്കും നമ്മുടെ മസാലപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് ചെറിയ സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. ഈ സമയത്ത് നമ്മൾ ആ ഉപ്പും മുളക് പൊടിയും ചേർത്ത് മിക്സാക്കി വെച്ച് മാങ്ങാ കഷ്ണങ്ങൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിട്ടാണ് നമ്മളിതൊക്കെ കുക്ക് ചെയ്യുന്നത്. ഇനി 2 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. നമ്മൾ ആ ചേർത്ത് കൊടുത്ത മസാലപ്പൊടികളൊക്കെ മാങ്ങയിലേക്കൊന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയാണ് ഏകദേശം 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അതും ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് ഉടഞ്ഞു പോകും. 2 മിനിറ്റോളം വഴറ്റിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചോറിനും കഞ്ഞിക്കും ഒക്കെ ഒപ്പം ചേർന്ന് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ മാങ്ങ സീസണല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോസ്.